സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ ട്രേഡ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നലെയും ഒരു കാര്യം ചോദിച്ചിരുന്നു, സെൻസെക്സ് ട്രേഡ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന്. എനിക്ക് റെസ്പോൺസ് വന്നത് 3 പേര് മാത്രമാണ്. കൂടുതൽ പേര് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 3 പേരുടെ മാത്രം റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓൾറൈറ്റ്, ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് ഇപ്പോൾ US മാർക്കറ്റ് ആണെങ്കിൽ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഇന്നത്തെ ഡാറ്റയല്ല, മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡാറ്റയല്ല, ഇത് ഇന്നലത്തതാണ്. അപ്പോൾ ഇതിന് അപ്ഡേറ്റ് ആകാൻ വേണ്ടി ഏകദേശം 15 മിനിറ്റോളം പിടിക്കും. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഡാറ്റയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 245 പോയിന്റ് നസ്ഡാക്ക് റെഡിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. 49 പോയിന്റ് FTSE ഗ്രീനിലാണ്, 28 പോയിന്റ് CAC റെഡിലുമാണ്. DAX ആണെങ്കിൽ എന്താ പറയുക, ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. റൈറ്റ്, അപ്പോൾ എന്തായാലും ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന രീതിയിൽ നമുക്ക് അതിനെ പരിഗണിക്കാം. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന 19,704 2 പോയിന്റ് മാത്രം ഗ്രീനിൽ, അതായത് ജസ്റ്റ് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിൽക്കുകയാണ്. നിക്കി 168 പോയിന്റ് താഴോട്ടാണ്, ബെയറിഷാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കോസ്പിയും 6.84 പോയിന്റ് ഡൗൺ ആണ്, റെഡാണ്. മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ ഒരുവിധം ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ക്രൂഡ് ഓയിൽ ഇന്നലെ 90.26 ഉണ്ടായിരുന്നു, $90.58 വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും അടികിട്ടുന്ന ഒരു പ്രശ്നമാണത്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $1914.4 ഉണ്ടായത് വർദ്ധിച്ചിട്ട് $1925.49 ആയിട്ടുണ്ട്. USD INR റേറ്റ് ഇന്നലെ 83 രൂപ 10 പൈസ ഉണ്ടായത് ഇന്ന് 82.93 ആയി ചുരുങ്ങിയിട്ടുണ്ട്. എന്തായാലും തിരിച്ച് വരവിൻ്റെ ഒരു വഴിയിലാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതൊക്കെ വിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു, 3 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 141 പോയിന്റിന്റെ അഥവാ 0.71% മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,744 നിന്ന് 71 പോയിന്റ് നഷ്ടത്തിൽ 19,674 ഇന്ന് ക്ലോസിംഗ് എത്തിയിരിക്കുന്നത്. 20,000 മുകളിൽ 20,111 വരെ പോയ മാർക്കറ്റാണ്. തിരിച്ചിറങ്ങി വരുന്ന എന്തൊരു സ്പീഡിലാണല്ലേ. ഓക്കെ, എന്തായാലും ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 68 പോയിന്റ് താഴെയായിട്ടാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. BSE സെൻസെക്സ് ഇന്ന് ഒരു 15 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നത്. 493 പോയിന്റിന്റെ അഥവാ 0.74% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 66,215 നിന്ന് 206 പോയിന്റ് താഴെയായിട്ട് 66,000 ഇന്ന് സെൻസെക്സ് 66,009 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 221 പോയിന്റ് താഴെയാണ്. ഇന്ത്യ ബിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 1.48% കുറയാണ് ചെയ്തത്. ഇന്നത്തെ ക്ലോസിംഗ് 10.66. ബാങ്ക് നിഫ്റ്റി, പ്രധാനപ്പെട്ട സെക്ടറുകളാണ് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും. ഇന്ന് 84 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. 448 പോയിന്റിന്റെ അഥവാ 1% ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി. ഇന്ന് ഓപ്പണായ 44,707 നിന്ന് 95 പോയിന്റ് നഷ്ടത്തിൽ 44,612 ഇന്ന് ക്ലോസിംഗ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ഓൾമോസ്റ്റ് അവിടെ തന്നെ 12 പോയിന്റ് താഴെയായിട്ട്. ഇനി ഫിൻ നിഫ്റ്റി ഇന്ന് 17 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. 225 പോയിന്റിന്റെ അഥവാ 1.14% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,831 നിന്നും 99 പോയിന്റ് താഴെയായിട്ട് 19,732 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയി. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 82 പോയിന്റ് താഴെയായിട്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,840 കോടിയുടെ ബൈങ്ങും 12,166 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 1,326 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സംഭാവനയായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,902 കോടിയുടെ ബൈങ്ങും 7,100 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 801 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 525 കോടി രൂപ പിൻവലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മാസത്തിൽ ഈ ആഴ്ചയിൽ ഇത് 3ാമത്തെ ദിവസമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലേഴ്സായി മാറുന്നത്. 18-ാം തീയതി, 20-ാം തീയതി, 21-ാം തീയതി, ഇത് 4ാമത്തെ ദിവസം. 22-ാം തീയതിയും നെറ്റ് സെല്ലേഴ്സ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ബിറ്റ്വീൻ ദിവസങ്ങളിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ അവർ സെല്ലേഴ്സും ബയേഴ്സും അല്ലെങ്കിൽ അവർ മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം.
ഇതുവരെ ഈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 18,261 കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12,169 കോടിയുടെ ബൈയിങ്ങും ആണ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 6,092 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 3.51% നല്ലൊരു മൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോയും ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, വലിയൊരു സംഭവം ഒന്നല്ല. ദെൻ ഇന്ന് നിഫ്റ്റി ബാങ്ക് റെഡിലാണ്. നിഫ്റ്റി IT, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി FMCG, ഫിൻ സർവീസസ്, മെറ്റൽ, റിയാലിറ്റി, ഫാർമ. മീഡിയയുടെ ഡാറ്റ അപ്ഡേറ്റഡ് ആയിട്ടില്ല. സോ ഇത്രയും റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി ETF നോക്കുകയാണെങ്കിൽ ITBs ഒരു 0.41% ഗ്രീനിലാണ്, ഓട്ടോബീസ് 0.27% ഗ്രീനിലാണ്, ബാങ്ക് ബീസ് 0.26% ഗ്രീനിലാണ്. ഗോൾഡ് ബീസ് 50 ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് 50.23, അതായത് 0.12% റെഡിലാണ്. നിഫ്റ്റി ബീസ് റെഡിലാണ്, ഫാർമ ബീസ് റെഡിലാണ്. ഫാർമ ബീസ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്, 1.47% ഒരു ഡൗൺഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ REC ലിമിറ്റഡ് ഇന്ന് 4.38% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, PFC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, മാരുതി, ICICI പ്രൂലി, SBIN, പെർസിസ്റ്റൻസ്, M&M, ബന്ധൻ ബാങ്ക്, ഏഷ്യൻ പെയിന്റ്സ്, ഇത്രയും കമ്പനികൾ ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ ആസ്ട്രാല്, വിപ്രോ, ഡോക്ടർ റെഡ്ഡി, UPL, സിപ്ല, കോൺകർ, ബജാജ് ഓട്ടോ, ദെൻ HDFC ബാങ്ക്, അൾട്രാസെക് സിമെന്റ്, പവർ ഗ്രിഡ്, ഡിവിസ് ലാബ്, ITC, ഇത്രയും കമ്പനികൾ ഹയസ്റ്റ് ലോസ് ആണ് ഉണ്ടാക്കിയത്. ഇതിൽ ആസ്ട്രല് 2.57%, വിപ്രോ 2.44%ൻ്റെയും ലോസ് ആണ് ഉണ്ടാക്കിയത്. ഇനി NSEയിലെ ഓവറോൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 934 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 1086 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.93 ആണ്. ഇന്നലെ ഇത് 0.83 ആയിരുന്നു, അത് ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. 19,674 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 37 പോയിന്റ് മുകളിലായിട്ട് 19,710 ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തേക്കാളും താഴെയായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.71 ആണ്. ഇന്നലെ 0.73 ആയിരുന്നു, 71 ക്ലിയർലി മാർക്കറ്റ് ബെയറിഷ് ആണ്. 44,612 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 99 പോയിന്റ് മുകളിലായിട്ട് 44,711 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ ഇന്നലത്തെ ക്ലോസിംഗിന്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 671 ഇന്നലെ ക്ലോസിംഗ് ചെയ്തത്, അതിനേക്കാളും മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിൻ്റെ. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് പല രീതിയിൽ പല ഡിഫറൻസ് വരുന്നുണ്ട്. സ്പോട്ട് പ്രൈസിൽ വൻ മൂവ്മെൻറ്റ് വരുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസുമായിട്ടുള്ള ഡിഫറൻസ് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന റെസിസ്റ്റൻസ് ലെവലിലാണ്. 19,800 ഹയസ്റ്റ് വന്ന് നിൽക്കുന്നത്. 1,18,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 3,72,00,000 കോളും 4,34,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.2 ആണ് വരുന്നത്. 19,674 ഈ സ്പോട്ട് പ്രൈസ് കറന്റ് അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 45,000 ഇവിടെ കോൾ റൈറ്റ് ചെയ്ത് 40,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ 1,31,00,000 കോളും 1,32,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തത്. പുട്ട് കോൾ റേഷ്യോ വരുന്നത് 1 ആണ്. 44,612 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. നാളെ വരാനുള്ള അതായത് അടുത്ത വെള്ളിയാഴ്ച വരാനുള്ള പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഹോൾഡിംഗ്സ് ഇൻവെസ്റ്റ്മെന്റിന് 110 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് വരുന്നുണ്ട്. പ്രകാശ് ഇൻഡസ്ട്രീസ് 50 പൈസ പെർ ഷെയർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇടക്കാലത്ത് അതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു. അപ്പോൾ അത് 10-5 അതായത് ഒരു സ്റ്റോക്കിനെ 2 ഡിവൈഡ് ചെയ്യുന്നത്. ബുക്ക് പ്രൈസ് 10 രൂപ ഉണ്ടായത് 5 രൂപയാകുമ്പോൾ ഒരു സ്റ്റോക്ക് 2 ആവും. ദെൻ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് 110 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇത്രയാണ് അടുത്ത വെള്ളിയാഴ്ച വരാനുള്ള മേജർ ഈവൻറ്റ്സ്. മറ്റ് അതിനകത്ത് നാളത്തേക്ക് അല്ലെങ്കിൽ തിങ്കളാഴ്ച സ്റ്റോക്കോ ഈവൻറ്റ്സോ ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് വായിക്കാതെ വിട്ടത്. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ പേപ്പർ ട്രേഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2,701 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇന്ന് ഓവറോൾ. 2,701 രൂപയുടെ ലോസാണ് ഇന്ന് ഓൾ ടുഗദർ ബുക്ക് ചെയ്തത്. 1.35%. 21 ട്രേഡുകൾ എടുത്തു. ആവറേജ് ഒരു ട്രേഡിൽ 128 രൂപ വെച്ച് പോയിട്ടുണ്ട്. ഇന്നത്തെ ടോട്ടൽ ലോസ് നോക്കുകയാണെങ്കിൽ 13,086 രൂപയും പ്രോഫിറ്റ് 10,384 വന്നത്.
1:0.79 എന്ന രീതിയിലാണ് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയത്. നിഫ്റ്റിയിൽ ഇന്ന് 115 രൂപയുടെ ലോസ് മാത്രമേ ഉള്ളൂ, അതായത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ അത് എത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ 771 രൂപ, അതും വലിയൊരു ലോസ് ഇല്ലാതെ ഇതായിട്ടുണ്ട്. പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ 1940 രൂപയുടെ ലോസ് വന്നിട്ടുണ്ട്. ലോസ് വന്നതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് റിസ്ക് റിവാർഡൊന്നും ഞാൻ പറയാത്ത കേട്ടോ. മിഡ് ക്യാപ്പിലാണ് ഹയസ്റ്റ് ലോസ് വന്നത്, 2565 രൂപയുടെ ലോസ്. അതേപോലെ സെൻസെക്സിൽ ഇന്ന് 610 രൂപയുടെ മാത്രം ഇതാണ് ഉണ്ടായത്. സ്റ്റോക്ക് ഓപ്ഷനിൽ 3300 രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഈ മാസം ഇതുവരെ നോക്കുകയാണെങ്കിൽ 1,43,470 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്ത് 71%. 194 ട്രേഡുകളാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ദെൻ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.05 ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 25,000 രൂപയുടെ പ്രോഫിറ്റ്, അതായത് നിഫ്റ്റിയിൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2.17 കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1:1.2 കിട്ടിയിട്ടുള്ളൂ, അതായത് ഇവർ 4,300 രൂപയുടെ. ഫിൻ നിഫ്റ്റിയിൽ 1:1.5 കിട്ടിയിട്ടുണ്ട്. അതും അതായത് 1.5 കിട്ടുന്നത്, അതിൻ്റെ മുകളിലോട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നത് നല്ല ട്രേഡുകളാണ്. അതിൽ കുറവുള്ളതെല്ലാം കുറച്ചൊരു അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. നിഫ്റ്റി മിഡ് ക്യാപ്പിലാണ് 1:3.87 സൂപ്പർ പ്രോഫിറ്റ് ആണ്. സെൻസെക്സിൽ 1:3.25 കിട്ടിയിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഓപ്ഷനിൽ 1:2.49 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ബാങ്ക് നിഫ്റ്റി ഒഴികെ ബാക്കിയെല്ലാം ഒരു റീസണബിൾ പ്രോഫിറ്റ് തന്ന ട്രേഡുകൾ തന്നെയാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമ്മൾ ഇന്നലെ പ്രോഫിറ്റിലായിരുന്നു 7,800. ദെൻ ഈ മാസം ഇതുവരെയായിട്ട് 4 ട്രേഡിംഗ് ഡേയ്സിലാണ് ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നടക്കം 5ാമത്തെ ട്രേഡിംഗ്, 5 ട്രേഡിംഗ് ഡേയ്സിൽ നമ്മൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്, റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ എന്താ പറയുക, ആനയെ വരച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷേ നോ ട്രേഡ് സോണിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, മാർക്കറ്റ് ഓപ്പൺ ആയത് നോ ട്രേഡ് സോണിൻ്റെ താഴെയാണ്. ദെൻ അവിടുന്ന് ഇവിടെ ഇത് വന്നിട്ട് S2-നെ വന്ന് ടെസ്റ്റ് ചെയ്തു. ദെൻ അത് പോയത് ഇവിടത്തേക്കാണ്, ബ്രേക്ക് ഔട്ട് ലൈനിൽ വന്ന് ക്ലിയർലി അവിടെ ഒന്ന് ടച്ച് ചെയ്തു, തിരിച്ച് നേരെ ഇറങ്ങി വന്നിട്ട് അവിടെ R3 എത്തിയില്ല, അതിന് മുമ്പേ തന്നെ മാർക്കറ്റ് അവസാനിച്ചു. ദെൻ ഇവിടെ നിന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ റേഞ്ചിനകത്ത് തന്നെ മൂവ്മെൻറ്റ് കിട്ടി എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം യെസ്റ്റർഡേ ലോ 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, പക്ഷെ ബ്രേക്ക് ചെയ്തില്ല, അവിടെ നിന്ന് തിരിച്ച് പൊങ്ങുന്നൊരു കാഴ്ചയാണ്. മോർണിംഗിൽ നമ്മുടെ നോ ട്രേഡ് സോണിൽ ബ്രേക്ക് ഔട്ട് ലൈനിനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിപ്പോയി, പിന്നെ തിരിച്ച് യെസ്റ്റർഡേ ലോനെ ടച്ച് ചെയ്ത് തിരിച്ചു വന്നു. അങ്ങനെ അത് അവിടെ തീർന്നു. ദെൻ ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ഇന്ന് നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു ലൈൻ കണ്ടില്ലേ, കറക്റ്റ്ലി ആ ഒരു ബ്രേക്ക് ഔട്ട് ലൈനിൻ്റെ അവിടെ പോയി ടെസ്റ്റ് ചെയ്തു, തിരിച്ചിറങ്ങി അതുപോലെ വന്നു. എന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് പറയുന്ന ആ ലെവൽ വരെ ഓൾമോസ്റ്റ് ഫിൻ നിഫ്റ്റി പോയിട്ടുണ്ട്. സെൻസെക്സിലും അങ്ങനെ തന്നെയാണ്, അതായത് നോ ട്രേഡ് സോണിലേക്ക് കയറിപ്പോയി അവിടുന്ന് റിജക്ഷൻ വന്നിട്ട് താഴോട്ടിറങ്ങി വന്നു. ദെൻ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിയർലി ഒരു ബെയറിഷ് മാർക്കറ്റ് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലിയർലി ഒരു ബെയറിഷ് മാർക്കറ്റ്. ഇനി ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 19,600 600 ലെവലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് തീരുമാനിക്കണം എങ്ങോട്ട് പോകണം. എന്തായാലും 19,525 ആ ലെവലിൽ കൂടുതൽ താഴെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഹിസ്റ്ററിക്കൽ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടെയൊക്കെ അത് വന്നിട്ടുണ്ട്. അവിടെ അതായത് അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ സൈഡ് വൈസ് ആയിട്ട് തിരിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. സോ അതാണ് ഇതുണ്ടല്ലോ, ഈ ലെവലിലൊക്കെ അവിടെ സൈഡ് വൈസ് ആയിട്ടാണുള്ളത്. ഈ ഒരു 19,500-ന്റെ താഴെ പോയി കഴിഞ്ഞാൽ ദെൻ ഇവിടെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു വ്യൂ എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആവാനുള്ള, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ക്ലിയർലി ബുള്ളിഷ് ആവും എന്നുള്ളത്. എന്തായാലും റെഡ് ക്യാൻഡിലാണ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ക്ലോസിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹയർ സൈഡിൽ നല്ലപോലെ വിക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെ പോയപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വന്നിട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. ബോഡി ചെറുതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഇനി ഫർദർ ഫോൾ ഇല്ലാതെ ബാങ്ക് നിഫ്റ്റി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇത് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഈ ഫോൾ വരുന്നു, നോർമലി മാർക്കറ്റിലുള്ള ബെയറിഷ് മൂവ്മെൻ്റ് ആണോ, അല്ല ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ എന്നൊന്നും നമുക്ക് അറിയാത്തടത്തോളം കാലം ഇത് ക്ലിയർലി കൺഫേംഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 2 സാധ്യതയുണ്ട് വരാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നെക്സ്റ്റ് ഡേയിൽ ഇത്രയും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ സാധ്യതയുള്ളത് വലിയ ഒരു റെഡ് ക്യാൻഡിൽ ഇതേപോലെയുള്ള ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഈ സപ്പോർട്ട് ലൈനിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും നമ്മൾ 2 പ്രതീക്ഷിച്ചിരിക്കണം. മാർക്കറ്റിൽ എന്താ പറയുക, മുൻവിധി ഇല്ലാതെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക, എന്ത് വന്നാലും ഫേസ് ചെയ്യുക. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ
വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ നമ്മുടെ ഫിൻനിഫ്റ്റി അതിൻ്റെ സപ്പോർട്ട് ലൈൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇനി അങ്ങോട്ട് പോകുന്നത്. കാരണം ഇവിടെ ഈ ബോട്ടം ലൈനിനെ ടച്ച് ചെയ്തപ്പോൾ തന്നെ നല്ല സപ്പോർട്ട് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട്. സോ നാളത്തെ അടുത്ത മൺഡേ ആണ് അടുത്ത ട്രേഡിംഗ് ഡേ വരുന്നത്. 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരുപാട് ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സമയമുണ്ട്. സോ തിരിച്ചവർ പൊക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ്, അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്നു. ഇനി ഇവിടെ വന്നിട്ട് അടുത്ത സ്വിങ് ഇങ്ങനെ കയറി വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും ട്രേഡിങ്ങിന്. ഫൈനലി നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു റിവേഴ്സലിൻ്റെ ഒരു പാതയിലാണ്. അതിനെ വല്ലാതെ നമ്മൾ ഒരുപാട് ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആൾ തിരിച്ചിറങ്ങാൻ തന്നെ തീരുമാനിച്ചാൽ ഇറങ്ങി തന്നെ ആകണം. സെൻസെക്സിലും അതേ രീതിയിലാണ്. സെൻസെക്സിന് 65,700 ലെവലിലേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ടാണ്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, സെൻസെക്സിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള 66,000 എന്നുള്ള ഒരു ലെവലിൽ സൂപ്പർ സപ്പോർട്ട് അതിന് കിട്ടുന്നുണ്ട്. സോ അവിടെ നിന്ന് നിർത്തിയതിന് വേണ്ടി മുകളിലോട്ട് തന്നെ തിരിച്ചു വിടുമോ എന്നുള്ളത് നമുക്ക് തിങ്കളാഴ്ച നോക്കി. അതേപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു അവസ്ഥക്ക് സാധ്യതയുണ്ട്. നിഫ്റ്റിയിൽ അങ്ങനെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു വാല്യൂ അല്ല ഉള്ളത് എങ്കിൽ കൂടി അവിടെ ബോട്ടം സൈഡിൽ നല്ലൊരു റിജക്ഷൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നിഫ്റ്റി സെൻസെക്സിൻ്റെ ലെവലിനെ ബേസ് ചെയ്യും. കാരണം ഈ രണ്ട് ഇൻഡെക്സുകളും സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അവിടെ സെൻസെക്സിൽ ആ ഒരു ലെവലെത്തുമ്പം ആൾക്കാർ ആ സ്റ്റോക്കുകളിൽ ലോങ് ബിൽഡപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയെയും സപ്പോർട്ട് ചെയ്യും. നിഫ്റ്റി അതിനനുസരിച്ച് മുകളിലോട്ട് കയറിപ്പോകും. നിഫ്റ്റിയിൽ 50 കമ്പനികളുണ്ട്. അതിൽ 30 സെൻസെക്സിലും 50 നിഫ്റ്റിയിലുമാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ 30 അല്ലാത്ത വേറെ ഒരു 10-15 കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലും നിഫ്റ്റി കയറി പോകാം. സോ ഇതെല്ലാം നമുക്ക് തീരുമാനം അറിയേണ്ടത് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി ക്ലിയർലി ബെയറിഷാണ്. നിഫ്റ്റി മാർക്കറ്റ് മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ബെയറിഷാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന് ഒരു സ്റ്റോപ്പ് വന്നിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തിരിച്ച് ബുള്ളിഷായി മാറണം. ഇനി ഈ പ്രീവിയസ് സ്വിങ് ഹൈ കട്ട് ചെയ്യുന്നത് വരും അത് നമുക്കൊരു എന്താ പറയുക, ലോവർ ലോ അല്ലെങ്കിൽ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബുള്ളിഷ് മാർക്കറ്റ് എന്ന് ക്ലിയർലി പറയാൻ പറ്റില്ല. ഈ ഹൈ കട്ട് ചെയ്യണം. ചെറിയ പോയിന്റുകളുടെ ഡിഫറൻസേ ഉള്ളൂ. അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡുകൾക്ക് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ് തിങ്കളാഴ്ച. അപ്പോൾ ഞാൻ അതിനായിട്ട്, കാരണം 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് തിങ്കളാഴ്ച വരുന്നത്. അപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ നമ്മൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും ലോങ് ഹോളിഡേ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ ഇവിടെ ഇന്ന് ഒഴിവാക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ. അതുപോലെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് എനിക്കിതിന് ടൈം ഇത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു എഫർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത്ര ആൾക്കും ഉപകാരപ്പെടണം. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ ചാനൽ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരാം. ഓൾറൈറ്റ്, 1 million സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ചെറിയ ആഗ്രഹങ്ങളൊന്നും തന്നെ എനിക്കില്ല. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.